നമസ്കാരം. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഉഗ്രപ്രത്യങ്കരയുടെ മാലാമന്ത്രവും ഒരു പ്രയോഗവുമാണ്. ശത്രുസംഹാരത്തിന് ഏറ്റവും ഉഗ്രമായ ഒരു മൂർത്തിയാണ്. അതിന് മാത്രമല്ല, ദേവിക്ക് കൃത്യോച്ചാരണകരി, അപരാജിത, അധർമ്മണഭദ്രകാളി എന്നിങ്ങനെ പല പേരുകളുണ്ട്. ഈ മൂർത്തിയെക്കൊണ്ട് മറ്റുള്ളവർ അയച്ച ആഭിചാരങ്ങളെ തിരിച്ചയക്കുവാനും ആ ഒരു അഭിചാരമൂർത്തിയെ നശിപ്പിച്ചു കളയാനും അത്രയും ശ്രേഷ്ഠമായതും ശക്തമായതും മന്ത്രപ്രയോഗങ്ങളുള്ള ഒരു മൂർത്തിയാണ്. പുരാണങ്ങളിൽ തന്നെ പ്രത്യങ്കരയെ രാമായണത്തിൽ രാവണന്റെ മകൻ മേഘനാഥന്റെ ഉപാസനാമൂർത്തിയായിരുന്നെന്നും പ്രത്യങ്കിരാഹോമം നടത്തുന്ന സമയത്ത് അത് ഹോമം മുടക്കിയതിന് ശേഷമാണ് മേഘനാഥനെ കൊല്ലുവാൻ പറ്റിയതെന്നും ഒക്കെ പല കഥകളുണ്ട്. അതുപോലെ ശിവനും നരസിംഹവും തമ്മിലുള്ള ഉഗ്രത കുറയ്ക്കാൻ വേണ്ടി നടന്ന യുദ്ധം, അങ്ങനെ അതിൽ നിന്ന് ശിവൻ ശലഭരൂപം അങ്ങനെ ഉണ്ടായി, അതിൽ നിന്ന് പ്രത്യങ്കരയുണ്ടായി, അങ്ങനെ പല പുരാണങ്ങളുണ്ട്. എങ്കിലും പ്രത്യങ്കര അതുപോലെ ഇന്ന് ഈ കൃത്യോച്ചാരണകരി എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ മറ്റുള്ള കൃത്യകളെ അയച്ച് മറ്റുള്ളവർ നമുക്ക് ആ വിചാരങ്ങളും ബാധകളും അത് പേരോടെ പിഴുതെറിയുന്ന ഒരു മൂർത്തി കൂടിയാണ് പ്രത്യങ്കര. അഘോര പ്രത്യങ്കരയൊക്കെ കമന്റിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെങ്കിൽ അതൊക്കെ വളരെ ഗോപ്യമായി തമിഴ്നാട്ടിലും മറ്റും തെലുങ്ക് ദേശത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അവർ തന്നെ ബീജമന്ത്രങ്ങൾ ക്രോഡീകരിച്ചുണ്ടാക്കുന്ന അഘോര പ്രത്യങ്കര മന്ത്രമൊക്കെയാണ്. അത് എന്നെ ശിവകൃത്യ എന്നൊക്കെ പറഞ്ഞ് പല ഇതൊക്കെയുണ്ട്. അത് ഹോമത്തിനാണ്. അത് ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ ഒരു മാലാമന്ത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പ്രത്യങ്കിര മാലാമന്ത്രം. ഋഷീൻ ഛന്ദസം ദേവതയും ബ്രഹ്മ ഋഷി അനുഷ്ടുപ് ഛന്ദ ദൈവീ പ്രത്യങ്കരാ ദേവത മമ അഭീഷ്ടസിദ്ധ്യാർത്ഥേ കൃത്യോച്ചാടന സിദ്ധ്യാർത്ഥേ ജപേ വിനിയോഗ ധ്യാനം. സിംഹാരൂഢാദികൃഷ്ണ ത്രിഭുവനജയ ദ്രൗമ ഉഗ്രം വഹന്തി ജ്വാലാവക്ത്രാവസാന നവ വസനയുഗ നീലമണ്യാഭകാന്തി ശൂലഘട്ഖം വഹന്തി നിജകരയുകളെ ഭക്തരക്ഷൈക ദക്ഷ സേയം പ്രത്യങ്കിരാവ ഷഭയതുരിഭുവിർ നിർമ്മിതം ഭോപിചാരം. അതായത് സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന കറുത്ത ശരീരവും 3 ലോകത്തെയും ജയിച്ചവളും തീജ്വാല പോലുള്ള മുഖവും അതുപോലെ ഇന്ദ്രനീലം പോലെ ദേഹകാന്തിയും ശൂലവും വാളുമൊക്കെ ധരിച്ച് ഭക്തന്മാരെ രക്ഷിക്കുന്നതും ശത്രുക്കൾ ചെയ്യുന്ന ആഭിചാരങ്ങളും നശിപ്പിക്കുന്ന പ്രത്യങ്കിരയെ ഞാൻ നമിക്കുന്നു എന്നാണ് ധ്യാനത്തിൽ പറയുന്നത്. ഇനിയും മാലാമന്ത്രം പറയുന്നു. ഓം ഹ്രീം നമഃ കൃഷ്ണവാസസേ ശതസഹസ്രഹിംസിനി സഹസ്രവദനേ മഹാബലേ അപരാജിതേ പ്രത്യങ്കിരേ പരസൈന്യ പരകർമ്മ വിദ്വംസിനി പരമന്ത്രോത്സാദിനി സർവഭൂതദമനി സർവദേവാൻ ബന്ധ സർവവിദ്യാം ചിന്തി ക്ഷോഭയ പരയന്ത്രാണി സ്ഫോടയ സർവശൃംഖലാ സ്ത്രോടയ ജ്വാലാജിഹ്വേ തരാളബദനേ പ്രത്യങ്കിരേ ഹ്രീം നമഃ. ഇങ്ങനെയാണ് മാലാമന്ത്രം. ഇനി ഇത് എങ്ങനെ സിദ്ധമാക്കാം എന്ന് പറയാം. ഈ മന്ത്രം 10,000 സംഖ്യ ജപിക്കുകയും 1000 എള്ളുകൊണ്ട് ഹോമിക്കുകയും ചെയ്താൽ മന്ത്രസിദ്ധി വരും. പിന്നെ ഓരോ കാര്യസാധ്യത്തിനും 100 രൂപ ജപിച്ചാൽ മതി. അതായത് 100 രൂപ ജപിച്ച് നമുക്ക് ആഗ്രഹങ്ങൾ പറയാവുന്നതാണ്. അതുപോലെ ഭൂതോപദ്രവങ്ങൾക്കുള്ളവർക്ക് ഈ 100 രൂപ ജപിച്ച് വെള്ളം തളിക്കുന്നതിലൂടെ ആ ഭൂതോപദ്രവം കുറഞ്ഞ ആള് ശമിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഒരു പ്രയോഗം കൂടി പറയാം. ഇത് ശത്രുസംഹാരത്തിനു വേണ്ടിയാണ്. അത് ഹോമം ചെയ്യുന്ന വിധാനമാണ്. എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. കടലാടി, കടുക്, തിപ്പല്ലി, ചുവന്ന എരിവുള്ള മുളക് ഹോമിക്കുക. ശത്രുവും നശിക്കും. പിന്നെ കൃത്യോച്ചാടനകരമായിട്ടുള്ള കർമ്മങ്ങളെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ആ മൂർത്തിക്ക് പ്രത്യങ്കരയുടെ തന്നെ കൃത്യോച്ചാടനകരി എന്നുള്ള ഒരു മൂർത്തിയും അതിന്റെ ധ്യാനവും ആയതുകൊണ്ട് വേറെ വീഡിയോയിൽ പറയുന്നതാണ്. നമസ്കാരം.